സീസൺ 6 ഇപ്പൊ നിലവിലുള്ള പവർ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. ഇനിയെല്ലാം പവർ ടീമിന് അതിനകത്ത് ഇരുന്നത് രശ്മിനെല്ലാം പവർ ടീം ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇത് ചുമ്മാ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ആദ്യമൊക്കെ സിംബ തേടി പോകുന്ന ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് പ്രൊമോ കണ്ടു. പക്ഷേ ഈ കഴിഞ്ഞ ഇത് 6 സീസണിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്ന ഒരു സീസൺ 6 ആണ്. ഇപ്പൊ ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് ലോക തോൽവി പോലെയാണ് പോകുന്നത്. ഇതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റന്റുകളും എല്ലാവരും പറയുന്നില്ല, നമ്മൾ ഏകദേശം കുറച്ച് പേര് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗസ്റ്റുകളും വന്നിട്ടുണ്ടല്ലോ, ഞാനാണ് കൂടുതൽ കണ്ടന്റ് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ക്യാമറ സ്പേസ് വേണം, അല്ലെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അത് പുറത്തു പോകണം, അങ്ങനെയൊക്കെ ഞാനാണ് എൻ്റെ ഇതാണ് വലുത് എന്നുള്ള ആ ഒരു കാണിപ്പൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന രീതിയിലൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ കഴിഞ്ഞ സീസൺ 5 ഹോട്ടൽ ടാസ്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇതായിരുന്നു. അതിനെയൊക്കെ ജുനൈസിന്റെ മാനേജറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതോ ലെവലിലെത്തിയതാണ് ആ മാനേജർ പോസ്റ്റിൽ വന്ന ശേഷം ജുനൈസ്. ഇവിടെ ഋഷി എന്താണ് കാണിക്കുന്നത്? ലോക തോൽവി. HR എന്ന രീതിയിൽ അത് വേറെ ലെവല് തോൽവി. അപ്പോൾ ഇവർക്ക് ഒന്നാമത് ഒരു ഗസ്റ്റ് ഇരിക്കണം, ഗസ്റ്റിന് ബഹുമാനം കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലൊക്കെ ഹോട്ടൽ ഓണേഴ്സ് വെറും വേസ്റ്റ്, അവിടെ ഇരിക്കുന്ന ആളുകൾ അതിലേറെ വേസ്റ്റ് എന്ന രീതിയിലാണ് ഇത്. അപ്പോൾ പ്രോപ്പർട്ടി ഡാമേജ്, ബിഗ് ബോസിന്റെ വാണിംഗ്. ഇനി ഇങ്ങനെ ഓരോ വാണിംഗ് കൊടുത്തിട്ടൊക്കെ ബിഗ് ബോസ് ഇരുത്തുന്നതിനെ, അതിനകത്ത് ഇവരെ പിടിച്ചിരുത്തുന്നതിനേക്കാൾ നല്ലത് കുറേ എണ്ണത്തിനെ തൂക്കി വെളിയിൽ ഈ നോമിനേഷനിലിട്ട് പുറത്താക്കുന്നതാണ് നല്ലത്. വെറുതെ ഇരുന്ന് ഇപ്പോൾ അത് 8-9 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകുന്നത് വെറും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം ലാലേട്ടൻ വന്ന് ഏതൊക്കെ കാര്യങ്ങൾ ചോദിക്കണം, ഒരു 100 എണ്ണം ഉണ്ടാവും ഈ ആഴ്ച ലാലേട്ടനെ ചോദിക്കാനായിട്ട്. അതിൽ എത്ര എണ്ണം ചോദിക്കാൻ പറ്റും, എത്ര എണ്ണം ചോദിക്കും? പ്രേക്ഷകർ പറഞ്ഞു മടുത്തു, വെറുത്തുപോയി എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇത് കാണുന്നത്. എന്തായാലും പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തിട്ട് ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിരുത്തി ഒന്ന് കൊടയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര തവണ പറയണം എന്നുള്ളത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബിഗ് ബോസ് ആക്ഷൻ എടുക്കൂ, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.